നമുക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കറുത്ത ഹലുവ അതായത് അരിയലുവ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റ് കറികൾ ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴുകിയെടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകിയെടുത്താലും മതി. അത് വീണ്ടും നമ്മൾ നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഞാനിവിടെ കപ്പലണ്ടിയാണ്, ബ്രോക്കൺ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കഴിഞ്ഞാൽ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായി വന്ന് ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാണ് നിൽക്കേണ്ട, കാരണം ആ ചൂടോട് കൂടിയ നെയ്യോട് കൂടി തന്നെയാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നത്. കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലിടുന്നു 125 ഗ്രാം അരിപ്പൊടി. അത് ഏത് അരിപ്പൊടി ആയാലും വറുത്ത അരിപ്പൊടി ആയാൽ മാത്രം മതി. നമുക്ക് അരിപ്പൊടിയോ നമ്മുടെ ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഒക്കെ എടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവറാണ്. അപ്പോൾ എനിക്ക് സ്റ്റാർച്ച് കുറഞ്ഞ കോൺഫ്ലവർ ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. അതായത് നമ്മളിതിലേക്ക് തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കാണ് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താലും മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഏത് കപ്പിലാണോ നിങ്ങൾ അരിയുടെ അളവെടുത്തത്, അരിപ്പൊടിയുടെ അളവെടുത്ത് അതിന് ആ 2 കപ്പ്. അപ്പം ഇത് അരക്കപ്പിൻ്റെ അളവാണ്. അപ്പോൾ 2 അരക്കപ്പ് എടുത്തിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് എടുത്തുകൊണ്ട് വരാം. നമുക്കത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന സംഭവം നമ്മുടെ ആ പാത്രത്തിലേക്ക്, നമ്മുടെ ആ നെയ്യ് വറുത്ത പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 350 ഗ്രാം വരെ ചേർക്കാം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. ശർക്കര പൊട്ടിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അത് നന്നായിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കാം. അപ്പം കല്ലുള്ള ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിട്ടുന്ന ശർക്കരയ്ക്ക് കല്ലില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കട്ടയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് അതിനുശേഷം നമുക്കിതിൻ്റെ തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു പിഞ്ച് അളവിൽ, അതായത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏലക്കാട് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കി പ്രൊസീജിയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിതിപ്പോൾ ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് മാറി വരും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് തന്നെ നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടത് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് മാറി വരും. അപ്പോൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വരുന്നതാണ് കണക്ക്. അപ്പോൾ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ കൊണ്ട് തന്നെ എന്തായാലും പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ഈ തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന അതേ ഹൽവയുടെ ടേസ്റ്റ് തന്നെയാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തന്നെയാണ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിക്കായിട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സായിട്ട് കിട്ടും. ഒരു ഇച്ചിരി ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് പിടിച്ച് കഴിയുന്ന സമയത്ത്, അതായത് നന്നായിട്ട് അതിനകത്ത് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യും നമ്മുടെ നട്ട്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തേച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നെയ്യുടെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് നെയ്യുടെ അളവ് അധികം അല്ലെങ്കിൽ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ മുഴുവൻ നെയ്യ് ഒഴിക്കണമെന്നില്ല. ഞാൻ പക്ഷേ എനിക്ക് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഒരു ഏകദേശം വീണ്ടും ഒരു അര ടേബിൾ സ്പൂണോളം കൂടെ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനായിട്ട് മറക്കരുത്. അതായത് മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ അതുപോലെ നമുക്ക് നെയ്യുടെ അളവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും.
അപ്പോൾ കോൺഫ്ലോർ മാത്രം കൂടി പോകാൻ ശ്രദ്ധിച്ചാൽ മതി. ദയപ്പിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിലൊന്നും പിടിക്കുന്നില്ല. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹലുവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തി നമ്മുടെ ഏത് പാത്രമാണ് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു സ്റ്റീലിൻ്റെ കിണ്ണമായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും നമുക്ക് ചൂടാറി കിട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹലുവ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെന്നുള്ളൊരു പാത്രത്തിനകത്തേക്ക് കൊട്ടിയെടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിനകത്തേക്ക് കമത്തിയതിന് ശേഷം തിരിച്ച് കമത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയ അച്ചിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് എടുത്താൽ ഇത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വേണേൽ വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് ജസ്റ്റ് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ നമ്മുടെ അരി ഹൽവയുടെ ടേസ്റ്റ് തന്നെയാണ്. ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു ഹൽവ, അതും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഹൽവ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.